നമ്മുടെ രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കർത്താവിനെ വെച്ച് കേരളത്തിൽ ഈ ആഴ്ച വെള്ളിയാഴ്ച നമ്മളെല്ലാവരും വോട്ട് ചെയ്യുന്ന ദിവസമാണ്. 26-ാം തീയതി കേരളത്തിൻ്റെ ഇലക്ഷൻ നടക്കുകയാണ്. അതെ, ഏപ്രിൽ 26, 2024 കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഭയമാണ്. കാരണം ഒരു വോട്ട് കുറഞ്ഞു പോയാൽ ഭരണം മറ്റവൻ്റെ കയ്യിലാകും. സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നുള്ള ഭയം. പിന്നെ പള്ളികളെ ചുട്ടുകരിക്കും, സഭകളെ വലിച്ചു കീറും എന്ന് വേണ്ട, പാതാളം താണ്ഡവ നൃത്തമാടും. പക്ഷെങ്കിൽ എൻ്റെ ചോദ്യം, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാം എന്തു ചെയ്തു? പെന്തക്കോസ് ഓരോ ദിവസവും എണ്ണത്തിൽ പെരുകി വരുന്നു. പക്ഷെങ്കിൽ കേരളം ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്നും സാത്താൻസ് ഓൺ കൺട്രിയായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ചെറുപ്പക്കാർ നാട് വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. അന്യ സംസ്ഥാനം കേരളത്തെ സ്വന്തമാക്കുന്നു. കല്യാണമെന്ന് കേൾക്കുമ്പോഴേ പെൺകുട്ടികൾ ഓടി ഒളിക്കുന്നു. പെൺകുട്ടികളെ കിട്ടാനില്ല എന്ന് പറഞ്ഞ് ആൺകുട്ടികളുടെ നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുന്നു. സഭകളിൽ ഭിന്നത വർദ്ധിച്ചിട്ട് അത് രണ്ടായി പിളർന്നുകൊണ്ടിരിക്കുന്നു. ദ്രവ്യാഗ്രഹികളായ ഇടയന്മാർ സഭകളിൽ വർദ്ധിച്ചു വരുന്നു. ആഭരണം ധരിക്കുന്നത് തെറ്റല്ല എന്ന് പറഞ്ഞ് അത് വെറും കൾച്ചറൽ ഇഷ്യൂ എന്ന് പറഞ്ഞ് പെന്തക്കോസുകാർ പെരുകി വരുന്നു. പെന്തക്കോസിന്റെ സത്യം, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ പരമാർത്ഥത, അതിൻ്റെ നിഷ്കളങ്കത എല്ലാം എടുത്തു കളഞ്ഞ് മായം ചേർത്തുകൊണ്ട് പെന്തക്കോസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതെ, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കൊണ്ട് നാം എന്തു നേടി? എങ്കിലും ഞാൻ ആശിക്കുന്നു കേരളം സ്വസ്ഥതയിലും സമാധാനത്തിലും മുന്നേറണമെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പറയുകയാണ്, വോട്ട് ചെയ്യാൻ കഴിയുന്ന എഴുന്നേറ്റ് നിൽക്കാവുന്നത് എങ്ങനെങ്കിലും പോയി വോട്ട് ചെയ്യണം. എല്ലാവരും വോട്ട് ചെയ്യണം. നിർബന്ധമായിട്ടും നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ കടമയാണ്, നമ്മുടെ ധർമ്മമാണ്, നമ്മുടെ നീതിയാണ്. വോട്ട് ചെയ്തിരിക്കണം. നമ്മൾ വോട്ട് ചെയ്യണം. അത് നമ്മുടെ ഒരു അവകാശം എന്ന് പറയുന്നതിന് ഇപ്പം നമുക്ക് ദൈവം തന്നൊരു പദവിയും കൂടെ തന്നെയാണ്. നമ്മൾ വോട്ട് ചെയ്യണം. ചിലർ പറയാറുണ്ട്, ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല, ഞാൻ എന്നെ നിർത്തി, ഞാനിപ്പം വോട്ട് ചെയ്യാറൊന്നുമില്ല. തിരുവനന്തപുരം പഴയ അഴുക്ക കള്ളന്മാർ എല്ലാം ശരിയല്ല. അങ്ങനെ പറഞ്ഞിട്ട് വോട്ട് ചെയ്യാതിരിക്കരുത്. വോട്ട് ചെയ്യണം, പോയി ചെയ്യണം. നമ്മൾ വോട്ട് ചെയ്യാതിരുന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് അയ്യോ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കരുത്. എങ്കിലും എല്ലാത്തിൻ്റെയും സാരം ദൈവവചനം ഇങ്ങനെ പറയുന്നു, നമുക്കൊരു ദൈവം സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 115:3. ഇനി നമ്മൾ വോട്ട് ചെയ്യുന്നവർ തന്നെ ജയിക്കണമെന്നുണ്ടോ? ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസതയോടെ പോയി നമുക്ക് നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താം. പക്ഷേ ബൈബിൾ ഒരു കാര്യം വ്യക്തമായി പറയുന്നു, അധികാരത്തിൽ നിയമിക്കുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്. നിങ്ങൾക്കും എനിക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സകല അധികാരങ്ങളും ഈ പറഞ്ഞ പോലെ ഉയരത്തിൽ നിന്ന് ദൈവം അനുവദിക്കുന്നവരാണ് അധികാരത്തിൽ വരുന്നത്. ഈ സമയം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. ദൈവജനം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരു സുവിശേഷകന്റെ പോലും രക്തം നമ്മുടെ രാജ്യത്ത് വീഴാതിരിക്കത്തക്ക വിധം ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള മഹാദൈവത്തിൻ്റെ കരങ്ങളിൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ കൈമാറി പ്രാർത്ഥിക്കാൻ ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ പ്രാരംഭ മിനിറ്റുകൾ അധികാരത്തോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ കരം ചില വിഷയങ്ങളെ തൊടാൻ തുടങ്ങുകയാണ്. ഇന്ത്യയുടെ അധികാരം സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാൾ ഏറ്റുവാങ്ങുമ്പോൾ അയാളുടെ തലച്ചോറിനെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഒരു രാജ്യതന്ത്ര ശേഷിയുള്ള പൈശാചിക പ്രതിനിധിയെ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, രാജ്യതന്ത്ര ശേഷിയുള്ള പൈശാചിക പ്രതിനിധിയെ ആ ഭൂവിഭാഗത്തിന്റെ മുകളിൽ പിശാച് അപ്പോയിന്റ് ചെയ്യും. സ്തോത്രം. ഇന്ത്യയിൽ അടുത്തത് സടകുടഞ്ഞെഴുന്നേൽക്കാൻ തുടങ്ങുന്ന ഭരണകൂടത്തെ സർവശക്തന്റെ കണ്ണുകൾ കാണുന്നു. ഈ രാജ്യത്തെ അടക്കി ഭരിക്കത്തക്ക വിധത്തിൽ കുഞ്ഞാർജ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളുടെ ആത്മീയ മുന്നേറ്റത്തെ തടയത്തക്ക വിധം, സുവിശേഷകരുടെ രക്തം ഇവിടെ ഒഴുകത്തക്ക വിധം കരുതിക്കൂട്ടി കരുക്കൾ നീക്കുന്ന സകല സംവിധാനങ്ങളെയും തച്ചുടച്ചുകൊണ്ട് എൻ്റെ ദൈവം വിഷയത്തിന്മേൽ പ്രവൃത്തി വെളിപ്പെടുത്താൻ ശക്തനാണെന്ന് ആത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. മഹാദൈവത്തോട് സഹകരിക്കാൻ ദൈവം അധികാരം തന്നിരിക്കുന്ന ദൈവമക്കളായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. സാത്താന്യ ശക്തികളെ വെല്ലുവിളിക്കാൻ ദൈവം ബലം പകർന്ന ദൈവമക്കളായി ഇവിടെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ദൂതന്മാരുടെ ശുശ്രൂഷ അനുഭവിക്കാൻ ദൈവം വേർതിരിച്ച ഭക്തന്മാരാണ് ഇവിടെ ആയിരിക്കുന്നത്. പ്രകൃതി ശക്തി
ശക്തികളെ വെല്ലുവിളിക്കാൻ ദൈവം കൃപ പകർന്ന അഭിഷിക്തന്മാരാണ് ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ആത്മാവിൽ കൈകോർത്തുകൊണ്ട് ഞങ്ങൾ ഈ രാത്രി പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവിക അടയാളം ഞങ്ങളുടെ രാജ്യത്ത് വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെ വേർതയെ അഭിമുഖീകരിക്കുകയാണ്. അനേക ഇടങ്ങളിൽ ഉയരുന്ന പ്രതിസന്ധികൾ ഞങ്ങൾക്ക് വേദനയാണ്. ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കൈമാറുന്നു. യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.